ഉന്നതന് ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. 33 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നു: നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു, എൻ്റെ ഉള്ളം യഹോവയ്ക്കായി, നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഒന്ന്, ദൈവത്തിനായി അല്ലെങ്കിൽ കർത്താവിനായി കാത്തിരിക്കുക. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകതയാണ് കാത്തിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനായി കാത്തിരിക്കുക. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് കർത്താവിനായി കാത്തിരിക്കുക എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? വളരെ പ്രതീക്ഷയോടെ, വളരെ ശാന്തതയോടെ, വളരെ ക്ഷമയോടെ, വിശ്വാസത്തിൽ ഏകാഗ്രതയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവത്തിനായി കാത്തിരിക്കുക, കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുക, ദൈവികമായ വിടുതലിനും അനുഗ്രഹത്തിനായി കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഏറ്റവും വലിയ ഭാഗ്യകരമായ ഒരനുഭവം കൂടിയാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ആത്മീയ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യമാണ് കാത്തിരുന്ന് പ്രാപിക്കുക എന്നുള്ളത്. സ്തോത്രം. രണ്ടാമതായി നാം കാണുന്നത് കർത്താവിൽ ആശ്രയിക്കുക. ഇവിടെ പറയാം, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിനായി അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യത്തിനു വേണ്ടി അല്ല, നമുക്കുള്ള എല്ലാറ്റിനും കർത്താവിനെ ആശ്രയിക്കുക. ഒരു ചെറിയ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നാം ഒരിക്കലും തീരരുത്. ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും നാം അരിശരത്രേ. അപ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ദൈവിക വിടുതലിനായി നാം കാത്തിരിക്കുക. ദൈവികമായ അനുഗ്രഹങ്ങൾ, ആത്മിക ഭൗതിക അനുഗ്രഹങ്ങൾക്കായി കർത്തൃസന്നിധിയിൽ, ദൈവസന്നിധിയിൽ കാത്തിരിക്കുക എന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ പ്രത്യേകതയാണ്. ഇവിടെ നമുക്ക് കാണുന്നു, ഇവിടെ പറയാൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, നമ്മുടെ അധ്വാനത്തിൽ നമ്മുടെ സഹായമായി തീരുന്ന ദൈവം, ആപത്തിൽ നമുക്ക് പരിചയമായിത്തീരുന്ന ദൈവം. അതുകൊണ്ടാണ് പറയുന്നത്, ഭക്തൻ പറയുകയാണ്, എൻ്റെ ഉള്ളം ദൈവത്തിനായി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാർത്ഥതയോടെ, ആത്മാർത്ഥമായ സ്നേഹത്തോടെ ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു ഭക്തൻ. ഇപ്പോൾ സങ്കീർത്തനക്കാർ 2 കാര്യങ്ങളാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഒന്ന്, ദൈവത്തിനായി കാത്തിരിക്കുക. 2, ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കേറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയും. ദൈവസന്നിധിയിൽ അനേക വിടുതലുകളും അനേക വാഗ്ദത്തങ്ങളും പ്രാപിക്കുവാൻ നമുക്കിടയായിത്തീരും. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനായി കാത്തിരിക്കാം. ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക വിടുതലിനായി കാത്തിരിക്കാം. ഏറ്റവും പ്രത്യാശയായ കാര്യം നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു
രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് ഒരുപക്ഷേ നമ്മുടെ ആയുസ്സിൽ മരണത്തോട് നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുവെങ്കിലും ആ പ്രത്യാശയോടെയാണ് മരണം വരെ നാം ജീവിക്കുന്നതെങ്കിൽ, മരണശേഷവും കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് രൂപാന്തരമുണ്ട്, ഒരു തേജസ്കരണമുണ്ട് എന്നത് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി നമ്മൾ കണ്ടത്, ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാർ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയോ ചെറിയ കാര്യസാധ്യത്തിന് വേണ്ടിയോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ എല്ലാ നിലകളിലും നാം അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാറ്റിലും നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.